ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. HST നാച്ചുറൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് 2022 പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 28. ഫ്യൂനേറിയയിൽ ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നത്. ഫ്യൂനേറിയയിൽ ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നത്. ഓപ്ഷൻ എ ഇല, ഓപ്ഷൻ ബി തണ്ട്, ഓപ്ഷൻ സി ക്യാപ്സ്യൂൾ, ഓപ്ഷൻ ഡി എ ആൻഡ് ബി. ആൻസർ ഓപ്ഷൻ സി ക്യാപ്സ്യൂൾ ആണ്. എന്താണ് ആസ്യരന്ധ്രങ്ങൾ? നമുക്കറിയാം, സാധാരണ പ്ലാന്റ്സിൽ ഇലകളിൽ ആണ് ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള വാതക വിനിമയം നടക്കുന്നത് ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഇവയെ ആസ്യരന്ധ്രങ്ങൾ എന്നാണ് പറയുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വാതക വിനിമയം നടക്കുന്നത് ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളെ ആസ്യരന്ധ്രങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ആസ്യരന്ധ്രങ്ങളുടെ മറ്റൊരു ഫംഗ്ഷനാണ് സസ്യങ്ങളിൽ നിന്നും ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. സസ്യങ്ങളിൽ നിന്നും ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. അപ്പം ഈ ആസ്യരന്ധ്രങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് സ്റ്റൊമാറ്റ എന്നാണ്. ഫ്യൂനേറിയയുടെ കേസിൽ, ഫ്യൂനേറിയ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സിലെ മോസസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്യൂനേറിയ. ഫ്യൂനേറിയയുടെ കേസിൽ ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഫ്യൂനേറിയയുടെ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. ഈ സ്പോറോഫൈറ്റിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഫുഡ്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നാണ്. ഫുഡ്, സീറ്റ, ക്യാപ്സ്യൂൾ. ഇതിലെ ക്യാപ്സ്യൂൾ എന്ന പോർഷനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഫൈസിസ്, തീക്ക, ഓപ്പർക്കുലം. ഈ സ്ട്രക്ചറിൽ കാണുന്ന പോലെ അപ്പോഫൈസിസ്, തീക്ക, ഓപ്പർക്കുലം. അപ്പം ഈ ക്യാപ്സ്യൂളിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ അവിടെ ചെറിയ ഓപ്പണിങ്സ് കാണുന്നുണ്ട് സൈഡിലായിട്ട്, അല്ലേ? ചെറിയ ഓപ്പണിങ്സ് കാണുന്നുണ്ട്. അതിനെ അവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോമ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആസ്യരന്ധ്രങ്ങൾ ഫ്യൂനേറിയയിൽ ഏത് പോർഷനിലാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ക്യാപ്സ്യൂളാണ്. ക്യാപ്സ്യൂൾ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 29. സെലാജിനെല്ലയുടെ ഭ്രൂണത്തിൽ എത്ര ബീജപത്രങ്ങൾ ഉണ്ട്? സെലാജിനെല്ലയുടെ ഭ്രൂണത്തിൽ എത്ര ബീജപത്രങ്ങൾ ഉണ്ട്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 2ൽ കൂടുതൽ, ഓപ്ഷൻ ഡി ഇല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2. സെലാജിനെല്ലയുടെ ഭ്രൂണത്തിൽ കാണപ്പെടുന്ന ബീജപത്രങ്ങളുടെ എണ്ണം 2 ആണ്. സെലാജിനെല്ല എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ്സിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് സെലാജിനെല്ല. സെലാജിനെല്ലയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സെലാജിനെല്ല അതുപോലെ തന്നെ സാൽവീനിയ പോലെയുള്ള ടെറിഡോഫൈറ്റ്സ് ഹെട്രോസ്പോറസ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഹെട്രോസ്പോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 kinds of spores, bearing 2 kinds of spores. ഏതൊക്കെയാണ്? മാക്രോസ്പോറും മൈക്രോസ്പോറും. ഏതാണ്? മാക്രോസ്പോറും മൈക്രോസ്പോറും. മാക്രോസ്പോർ മീൻസ് ലാർജ് സ്പോർസ്. Microspores means small spores. So they are called heterosporous. മൈക്രോസ്പോർസ് ആൻഡ് മാക്രോസ്പോറസ് ജെർമിനേറ്റ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം മൈക്രോസ്പോർ ആണെങ്കിൽ മെയിൽ ഗ്യാമറ്റോഫൈറ്റും മാക്രോസ്പോർ ആണെങ്കിൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നു. അപ്പം ഈ ഒരു സെലാജിനെല്ല, ടെറിഡോഫൈറ്റിൽ കാണപ്പെടുന്ന സെലാജിനെല്ല പ്ലാന്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് ജിംനോസ്പേംസിലും ആൻജിയോസ്പേംസിലും കാണപ്പെടുന്ന സീഡ് ഹാബിറ്റിൻ്റെ ഒരു പ്രിക്കസർ സ്റ്റേജ് കാണിക്കുന്നത് സെലാജിനെല്ല പ്ലാന്റിൽ അത് കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഹെട്രോസ്പോറസ് പ്ലാന്റ്സിൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്സ് പേരൻറ്റ് സ്പോറോഫൈറ്റ്സിൽ
റിറ്റെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സീഡ് ഹാബിറ്റിൻ്റെ ഒരു പ്രിക്കസർ സ്റ്റേജ് ജിംനോസ്പേംസിൻ്റെയും ആൻജിയോസ്പേംസിൻ്റെയൊക്കെ സീഡ് ഹാബിറ്റിൻ്റെ ഒരു പ്രിക്കസർ സ്റ്റേജ് ഫ്ലാജെല്ല പ്ലാന്റിലും റിറ്റെയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30. ആക്ടിനോസ്റ്റീൽ എന്തിൻ്റെ പരിണാമമാണ്? ആക്ടിനോസ്റ്റീൽ എന്തിൻ്റെ പരിണാമമാണ്? ഓപ്ഷൻ എ സോളിനോസ്റ്റീൽ, ബി ഡിക്റ്റിയോസ്റ്റീൽ, സി പ്രോട്ടോസ്റ്റീൽ, ഡി സൈഫണോസ്റ്റീൽ. ആദ്യം എന്താണ് സ്റ്റീൽ എന്ന് നമുക്ക് നോക്കാം. വാസ്കുലർ പ്ലാന്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവയുടെ റൂട്ടിലായാലും സ്റ്റെമ്മിലായാലും അതിൻ്റെ ആ ഒരു സെൻട്രൽ പോർഷനിൽ കുറച്ച് ടിഷ്യൂസ് ഉണ്ടായിരിക്കും. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും അതിൻ്റെ സ്റ്റൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല പ്ലാന്റ്സിൻ്റെ റൂട്ടിലും സ്റ്റെമ്മിലും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സെൻട്രൽ പാർട്ടിൽ കാണുന്ന ടിഷ്യൂസ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വ്യത്യസ്തമായിരിക്കും ഓരോ പ്ലാന്റ്സിൻ്റെയും സ്റ്റെമ്മിലും റൂട്ടിലും. അപ്പോൾ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് റൂട്ട് ഓർ സ്റ്റെം കണ്ടെയ്നിങ് ടിഷ്യൂസ് ഡെറൈവ്ഡ് ഫ്രം പ്രോകേമ്പിയം. പ്രോകേമ്പിയത്തിൽ നിന്നും ഡെറൈവ് ചെയ്തിട്ടുള്ള ടിഷ്യൂസ് സ്റ്റെമ്മിന് വാസ്കുലർ പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിലും റൂട്ടിലും അതിൻ്റെ സെൻട്രൽ പാർട്ടിലായിട്ട് കാണപ്പെടുന്നു. അപ്പം ഈ ഒരു അറേഞ്ച്മെൻറ്റ്സിനെയാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. സ്റ്റീൽ പലതരത്തിലുണ്ട്. പ്രോട്ടോ സ്റ്റീല്, സിഫണോ സ്റ്റീല്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റീലുകളുണ്ട്. നമ്മളോടിവിടെ ചോദ്യത്തിൽ നമുക്ക് ഈ സ്റ്റീലിനെ കുറിച്ച് പഠിക്കുമ്പം പ്രോട്ടോ സ്റ്റീലിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം അത് വളരെ പ്രിമിറ്റീവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള സ്റ്റീലാണ് പ്രോട്ടോ സ്റ്റീലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പ്രിമിറ്റീവായിട്ടുള്ള ഏർലിയസ്റ്റ് വാസ്കുലർ പ്ലാന്റ്സിൻ്റെ സ്റ്റെംസിൽ അതിൻ്റെ സെൻട്രൽ കോറിൽ കാണപ്പെടുന്നത് വാസ്കുലർ ടിഷ്യൂസ് ആണ്. അപ്പോൾ ഈ വാസ്കുലർ ടിഷ്യൂസ് ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയവും. ഇവിടുത്തെ പ്രത്യേകത ഫ്ലോയം സറൗണ്ട്സ് ദ സൈല. പ്രോട്ടോസ്റ്റീലിൽ ഫ്ലോയവും സൈലവും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഫ്ലോയം സറൗണ്ട്സ് ദ സൈലം. അപ്പോൾ സെൻട്രലി കാണപ്പെടുന്ന സ്ട്രാൻഡ് ഓഫ് സൈലം ദാറ്റ് സറൗണ്ടഡ് ബൈ എ റീജിയൻ ഓഫ് ഫ്ലോയം. അപ്പോൾ ഇത് കൂടാതെ തന്നെ വാസ്കുലർ ടിഷ്യൂവിന് ചുറ്റുമായിട്ട് ഒരു എൻഡോഡെർമിസും കാണപ്പെടുന്നുണ്ട്. എൻഡോഡെർമിസ് ദാറ്റ് റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദ വാസ്കുലർ സിസ്റ്റം. വാസ്കുലർ സിസ്റ്റത്തിലേക്ക് അകത്തേക്കും പുറത്തേക്കുമുള്ള വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് എൻഡോഡെർമിസ്. സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ എൻഡോഡെർമിസിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. ഇനി ഈ പ്രോട്ടോ സ്റ്റീലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അനുസരിച്ച് അതിൻ്റെ ബേസിക്കായിട്ട് 3 തരത്തിലുള്ള പ്രോട്ടോ സ്റ്റീലാണുള്ളത്. ഹാപ്ലോ സ്റ്റീല്, ആക്ടിനോ സ്റ്റീല്, പ്ലെക്ടോ സ്റ്റീല്. ഹാപ്ലോ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്ലോ സ്റ്റീലിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ടറിക്കൽ കോർ ഓഫ് സൈലം സറൗണ്ടഡ് ബൈ എ റിംഗ് ഓഫ് ഫ്ലോയം. അതിലൊരു സിലിണ്ടറിക്കൽ കോറുണ്ട്. അപ്പോൾ സൈലത്തെ സറൗണ്ട് ചെയ്ത് ബൈ എ റിംഗ് ഓഫ് ഫ്ലോയം കാണപ്പെടുന്നു. അതായത് സെൻട്രലി പ്രോട്ടോസൈലവും എക്സ്റ്റേണലായിട്ട് മെറ്റാസൈലവുമാണ് കാണപ്പെടുന്നത്. സെൻട്രാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സിന് പറയുന്നതാണ് സെൻട്രാർക്ക്. ഹാപ്ലോ സ്റ്റീലിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ സിലിണ്ടറിക്കൽ കോർ ഓഫ് സൈലം സറൗണ്ടഡ് ബൈ എ റിംഗ് ഓഫ് ഫ്ലോയം. ദാറ്റ് മീൻസ് സെൻട്രലായിട്ട് പ്രോട്ടോസൈലവും എക്സ്റ്റേണലായിട്ട് മെറ്റാസൈലവും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സിന് പറയുന്ന പേരാണ് സെൻട്രാർക്ക്. അടുത്തത് ആക്ടിനോ സ്റ്റീലാണ്. ആക്ടിനോ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എ വേരിയേഷൻ ഓഫ് ദ പ്രോട്ടോ സ്റ്റീൽ ഇൻ വിച്ച് ദ കോർ ഈസ് ലോബ്ഡ്. അപ്പം എന്താണ്? പ്രോട്ടോ സ്റ്റീലിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ വീണ്ടും ചേഞ്ചസ് നടന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ആക്ടിനോ സ്റ്റീൽ എന്ന് പറയുന്നത്. വാസ്കുലർ ടിഷ്യൂസിലുള്ള അറേഞ്ച്മെൻറ്റ്സിലാണ് വേരിയേഷൻസ് ഉള്ളത്. അപ്പോൾ അവിടെ കോറ് ലോബ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത് മെയിനായിട്ടും ഇത്തരത്തിൽ ആക്ടിനോ സ്റ്റീൽ കാണപ്പെടുന്ന ക്ലബ് മോസസിലൊക്കെയാണ്. ഇവിടെ പ്രോട്ടോ സൈലം എക്സ്റ്റേണൽ ടു ദ മെറ്റാസൈലം എന്ന് നമുക്ക് പറയാം. പ്രോട്ടോസൈലം എക്സ്റ്റേണൽ ടു ദ മെറ്റാസൈലം. അതായത് പ്രോട്ടോസൈലം എന്ന് പറയുന്നത് മെറ്റാസൈലത്തിന് പുറമെയാണ് കാണപ്പെടുന്നത്, മെറ്റാസൈലം അകത്തും. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സിന് പറയുന്ന പേരാണ് എക്സാർക്ക് അറേഞ്ച്മെൻറ്റ്. ഹാപ്ലോ സ്റ്റീല്
സെൻട്രാർക്കായിരുന്നു. ആക്ടിനോസ്റ്റീൽ എക്സാർക്കാണ്. പ്രോട്ടോസൈലം എക്സ്റ്റേണൽ ടു ദ മെറ്റാസൈലം. അപ്പം മെറ്റാസൈലമാണ് സെൻട്രലിലും പ്രോട്ടോസൈലം പുറമേയും കാണപ്പെടുന്നു. ഇതാണ് ആക്ടിനോസ്റ്റീലിലുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്, വാസ്കുലർ ടിഷ്യൂസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഇനി അടുത്ത ഏതാണ്? പ്ലെക്ടോസ്റ്റീൽ. പ്ലെക്ടോസ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോസ്റ്റീലിൽ in which plate-like regions of xylem appears in a transverse section surrounded by a phloem tissue, thus appearing to form alternating bands. നിങ്ങൾ ഈ സ്ട്രക്ചറിൽ കാണുന്നുണ്ട്, ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ പ്ലേറ്റ് ലൈക്ക് റീജിയൻസ് ഓഫ് സൈലം. അപ്പം സൈലത്തിൻ്റെ പ്ലേറ്റ് ലൈക്ക് റീജിയൻസ് ഈ പ്ലെക്ടോസ്റ്റീലിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷനിൽ കാണപ്പെടുന്നുണ്ട്. ദറ്റ് സറൗണ്ടഡ് ബൈ ഫ്ലോയൻ ടിഷ്യൂസ്. ഫ്ലോയൻ ടിഷ്യൂസിനാൽ അത് സറൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ പ്ലെക്ടോസ്റ്റീൽ മേ ബി ഡെറൈവ്ഡ് ഫ്രം ആക്ടിനോസ്റ്റീൽ. പ്ലെക്ടോസ്റ്റീൽ മേ ബി ഡെറൈവ്ഡ് ഫ്രം ആക്ടിനോസ്റ്റീൽ. അപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ എവല്യൂഷണറി ബേസസ് നമ്മളിനി നോക്കാം. നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കും. ഹാപ്ലോസ്റ്റീൽ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രിമിറ്റീവ് എമംഗ് പ്രോട്ടോസ്റ്റീൽ. പ്രോട്ടോസ്റ്റീലിലെ തന്നെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്റ്റീൽ അറേഞ്ച്മെൻ്റ് ആണ് ഹാപ്ലോസ്റ്റീൽ എന്ന് പറയുന്നത്. ആക്ടിനോസ്റ്റീൽ ഈസ് സംവാട്ട് മോർ അഡ്വാൻസ്ഡ് കൈൻഡ് ഓഫ് സ്റ്റീൽ. അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏതാണ്? ആക്ടിനോസ്റ്റീലാണ്. അപ്പോൾ അതിന് ഉദാഹരണം പറയുന്നത് ലൈക്കോപോഡിയം സെറൈറ്റമാണ്. ലൈക്കോപോഡിയം സെറൈറ്റം. ഇനി പ്ലെക്ടോ സ്റ്റീൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏതാണ്? പ്ലെക്ടോ സ്റ്റീലാണ്. അപ്പം പ്രിമിറ്റീവ് അല്ലെങ്കിൽ മോസ്റ്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഹാപ്ലോ സ്റ്റീലും സംവാട്ട് മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ആക്ടിനോ സ്റ്റീലും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് പ്ലെക്ടോ സ്റ്റീലുമാണ്. ആൻഡ് പ്ലെക്ടോ സ്റ്റീൽ ഈസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് കൈൻഡ് ഓഫ് സ്റ്റീൽ ഇൻ പ്രോട്ടോ സ്റ്റീൽ. അപ്പം ഇതിനൊരു എക്സാമ്പിൾ പ്ലെക്ടോസ്റ്റീൽ. പ്ലെക്ടോസ്റ്റീലിൻ്റെ എക്സാമ്പിൾ ലൈക്കോപോഡിയം ക്ലെവേറ്റമാണ്. ലൈക്കോപോഡിയം ക്ലെവേറ്റ്. ഇറ്റ് ഈസ് തോട്ട് ദാറ്റ് ദ ലൈൻ ഓഫ് എവല്യൂഷൻ എമംഗ് പ്രോട്ടോസ്റ്റീൽ പ്രൊസീഡ്സ് ഫ്രം ഹാപ്ലോസ്റ്റീൽ ടു ആക്ടിനോസ്റ്റീൽ ആൻഡ് ദെൻ ടു പ്ലെക്ടോസ്റ്റീൽ. മനസ്സിലായല്ലോ? ഈ പിക്ചർ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാകും. ഈ പ്രോട്ടോസ്റ്റീലിൽ അതിൻ്റെ ലൈൻ ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് പ്രൊസീഡ് ചെയ്തിരിക്കുന്നത്? ഹാപ്ലോസ്റ്റീൽ ടു ആക്ടിനോസ്റ്റീൽ ദെൻ ടു പ്ലെക്ടോസ്റ്റീൽ. ഹാപ്ലോസ്റ്റീൽ ടു ആക്ടിനോസ്റ്റീൽ ദെൻ ടു പ്ലെക്ടോസ്റ്റീൽ. മനസ്സിലായല്ലോ? അപ്പോൾ ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, പ്രോട്ടോസ്റ്റീൽ. 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 ഇവിടെ നമുക്ക് മറ്റ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് സോളിനോ സ്റ്റീൽ, ഡിക്റ്റയോ സ്റ്റീൽ, അതുപോലെ സിഫണോ സ്റ്റീൽ എന്നൊക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ ഞാൻ സ്പെഷ്യലായിട്ട് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സമയം പോകും. സിഫണോ സ്റ്റീൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സിഫണോ സ്റ്റീലിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ആയിട്ട് നമുക്ക് പിത്ത് പ്രസൻ്റ് ആണ് എന്നുള്ളതാണ്. പിത്ത് പ്രസൻ്റ് ആണ്. അപ്പോൾ അതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് വാസ്കുലർ ടിഷ്യൂസ് കാണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള വേരിയേഷൻസ് അനുസരിച്ച് സോളിനോ സ്റ്റീലും ഡിക്റ്റിയോ സ്റ്റീലും അതുപോലെ തന്നെ യു സ്റ്റീലും കാണപ്പെടുന്നുണ്ട്, പല ടൈപ്പായിട്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാഗോപാം എന്നറിയപ്പെടുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 31. സാഗോപാം എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഈന്ത്, ഓപ്ഷൻ ബി കരിമ്പന, ഓപ്ഷൻ സി ചൂണ്ടപ്പന, ഓപ്ഷൻ ഡി ഈന്തപ്പന. ആൻസർ ഓപ്ഷൻ എ ഈന്ത്. സാഗോപാം എന്നറിയപ്പെടുന്നത് ഈന്താണ്. സാഗോപാം എന്നറിയപ്പെടുന്നത് ഈന്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 32. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 33. സസ്യലോകത്തിൽ ജീവിക്കുന്ന ഫോസിൽസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സസ്യലോകത്തിൽ ജീവിക്കുന്ന ഫോസിൽസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ എണ്ണത്തിൽ വളരെ കുറവാണ്, ഓപ്ഷൻ ബി വംശനാശം നേരിടുന്നത്, ഓപ്ഷൻ സി കാലാനുസൃത പരിണാമത്തിന് വിധേയമാകാത്തത്, ഓപ്ഷൻ ഡി എ ആൻഡ് ബി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ സി ആണ്, കാലാനുസൃത പരിണാമത്തിന് വിധേയമാകാത്തത്. കാലാനുസൃത പരിണാമത്തിന് വിധേയമാകാത്തത് അതാണ് സസ്യലോകത്തിൽ ജീവിക്കുന്ന ഫോസിൽസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
ക്വസ്റ്റ്യൻ നമ്പർ 34. ഭൂമുഖത്ത് ഇന്ന് ലഭ്യമായിട്ടുള്ള സസ്യ ഫോസിലുകളിൽ കൂടുതൽ എണ്ണം ഏത് വിഭാഗത്തിൽ പെടുന്നവയാണ്? ഭൂമുഖത്ത് ഇന്ന് ലഭ്യമായിട്ടുള്ള സസ്യ ഫോസിലുകളിൽ കൂടുതൽ എണ്ണം ഏത് വിഭാഗത്തിൽ പെടുന്നവയാണ്? ഓപ്ഷൻ എ പെട്രിഫൈഡ്, ഓപ്ഷൻ ബി മോൾഡ്, ഓപ്ഷൻ സി ഇംപ്രഷൻ, ഓപ്ഷൻ ഡി കാസ്റ്റ്. ആൻസർ ഇംപ്രഷൻ ആണ്. ഇംപ്രഷൻ. എന്താണ് ഇംപ്രഷൻ എന്ന് നമുക്ക് നോക്കാം. ഇംപ്രഷൻ ഫോസിൽ എന്ന് പറയുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് ട്രേസ് ഫോസിൽ. ഈ ഇംപ്രഷൻ ഫോസിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, പ്ലാന്റ് അതിൻ്റെ ഇംപ്രിൻ്റ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എർത്ത് മെറ്റീരിയലിലേക്കോ അല്ലെങ്കിൽ മഡ്, അതുപോലെ സ്ലിറ്റ് അല്ലെങ്കിൽ സാൻഡ് പോലെയുള്ള മെറ്റീരിയലിലേക്കൊക്കെ അതിൻ്റെ ഇംപ്രിൻ്റ് റിമെയിൻ ചെയ്യുകയാണ് എങ്കിൽ, ഡിസപ്പിയർ ചെയ്തു പോയാലും അതിൻ്റെ ഇംപ്രിൻ്റ് അവിടെ റിമെയിൻ ചെയ്യുകയാണ് എങ്കിൽ, അവിടെ ഓർഗാനിക് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ മെറ്റീരിയൽ നശിച്ചു പോയാലും ആ ഒരു ഇംപ്രഷൻ അവിടെ അല്ലെങ്കിൽ ഇംപ്രിൻ്റ് റിമെയിൻ ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെ കിട്ടുന്ന ഫോസിൽസിനെയാണ് ഇംപ്രഷൻ ഫോസിൽ എന്ന് പറയുന്നത്. An impression fossil is a type of trace fossil that form when a plant leaves an imprint in soft earth such as mud, slate or sand. The plant disappears over time, but the impression remains there, and hence such a type of fossils known as ഇംപ്രഷൻ ഫോസിൽസ് നമുക്ക് ടൈപ്പ് ഓഫ് ഫോസിൽസ് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കംപ്രഷൻ ഫോസിലുമായിട്ട് കുറച്ച് സിമിലർ ആണ് അതിൻ്റെ ഫോർമേഷൻ രീതിയൊക്കെ. അപ്പം ഇൻ ദാറ്റ് ദേ ആർ ബോത്ത് 2 ഡയമെൻഷനിലാണ് ഈ കംപ്രഷൻ ഫോസിലും ഇംപ്രഷൻ ഫോസിലും. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ 2 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് ആണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫോസിലുകളിൽ എപ്പോഴും പ്ലാന്റിൻ്റെ റെമനൻറ്റ് പാർട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പ്ലാന്റ് റെമനൻറ്റ് പാർട്സ് കാണാൻ സാധിക്കില്ല. അതുപോലെ ഡു നോട്ട് കണ്ടെയ്ൻ ഓർഗാനിക് മെറ്റീരിയൽ. ഇംപ്രഷൻ ഫോസിലിൻ്റെ പ്രത്യേകത എന്താണ്? പ്ലാന്റ്സിൻ്റെ റെമനൻറ്റ് പാർട്സ് അതുപോലെ ഓർഗാനിക് മെറ്റീരിയൽസ് ഒന്നും ഇതിനകത്ത് കാണപ്പെടുന്നില്ല. ജസ്റ്റ് ആ ഒരു ഇംപ്രഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. 2 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയാനുള്ള എന്താണ്? ബാർക്ക് ഈസ് ഓഫൻ പ്രിസർവ്ഡ് ആസ് ആൻ ഇംപ്രഷൻ. ബാർക്ക് പ്രിസർവ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ പ്ലാന്റിൻ്റെ ഷേപ്പിലും ടെക്സ്ചറിലും ഒക്കെ നമുക്ക് പ്ലാന്റിൻ്റെ പാർട്സിനെ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതുകൊണ്ടുള്ളൊരു. ആൻസർ ഇംപ്രഷൻ ആണ്. ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന മറ്റു ഓപ്ഷൻസ് പെട്രിഫൈഡ് ഉണ്ട്, മോൾഡ് ഉണ്ട്, കാസ്റ്റ് ഉണ്ട്. എന്താണ് പെട്രിഫൈഡ്? ദീസ് ആർ പ്ലാന്റ് പാർട്സ് ദാറ്റ് ഹാവ് ബീൻ പ്രിസർവ്ഡ് ഇൻ റോക്ക് ലൈക്ക് ഫോം സച്ച് ആസ് വുഡ്. റോക്ക് ലൈക്ക് ഫോമിൽ ആ ഫോമിൽ അതിനെ പ്രിസർവ് ചെയ്യുന്നതിനെയാണ് പെട്രിഫൈഡ് എന്ന് പറയുന്നത്. കാസ്റ്റ് എന്താണ്? ദീസ് ആർ ഫോംഡ് വെൻ മഡ് ഓർ സാൻഡ് ഫിൽസ് ഇൻ ദ എംറ്റി സ്പേസസിലേക്ക് മഡ് അല്ലെങ്കിൽ സാൻഡ് വന്ന് ഫില്ല് ചെയ്തിട്ടാണ് ഈ കാസ്റ്റ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദിസ് സ്പേസസ് ലെഫ്റ്റ് ബിഹൈൻഡ് ബൈ ഡീക്കേയിങ് പ്ലാന്റ് പാർട്സ്. അപ്പോൾ ഇങ്ങനെയുള്ള പോർഷൻസ് പിന്നീട് എന്തായിട്ട് മാറുന്നു? സോൾഡിഫൈ ചെയ്യുന്നു. Solidifying into rock and in the shape of original plant part. അപ്പം ഡീക്കേയിങ് ആയിട്ടുള്ള ഭാഗമൊക്കെ സാൻഡ് അല്ലെങ്കിൽ മഡ് കൊണ്ട് ഫില്ല് ചെയ്ത് ആ എംറ്റി സ്പേസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് റോക്കിലേക്ക് അത് സോൾഡിഫൈ ചെയ്യുകയാണ്. അങ്ങനെ ഒറിജിനൽ പ്ലാന്റ് പാർട്ടായിട്ടത് മാറുന്നു. ഒറിജിനൽ പ്ലാന്റ് പാർട്ടിൻ്റെ ടെക്സ്ചറോട് കൂടി പ്രിസർവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനിസം അല്ലെങ്കിൽ പ്ലാന്റ്. നമ്മളോട് പ്ലാന്റിൻ്റെ കാര്യത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. അത് മഡിൽ ബറി ചെയ്ത് കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ് സോയിലിൽ ബറി ചെയ്ത് കിടക്കുകയാണെങ്കിൽ അത് പിന്നീട് ഡിക്കമ്പോസ് ചെയ്യുകയും ആ ഭാഗത്ത് അത് ഇംപ്രിൻ്റ് ആകുകയും ആൻഡ് ഇറ്റ്സ് ബോഡി അല്ലെങ്കിൽ ലീവ്സ്, ഫ്ലവേഴ്സ് ഇതൊക്കെ ആ ഒരു റീജിയനിൽ ഇംപ്രിൻ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ഫോസിലിനെയാണ് എന്ത് പറയുന്നത്? മോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ് പാർട്സ് മഡിലായാലും ചെളിയിലോ മണ്ണിലോ ഒക്കെ ബറി ചെയ്ത് കിടന്നിട്ട് അത് പിന്നീട് ഡിക്കമ്പോസ് ചെയ്തു. പക്ഷെ ആ ഭാഗം അവിടെ ഇംപ്രിൻ്റ് ആയിട്ടിരിക്കും. പ്ലാന്റ്സിൻ്റെ ഫ്ലവർ ആകാം, ലീവ്സ് ആകാം, ബോഡി പാർട്സ് ആകാം, ഒക്കെ അവിടെ ഇംപ്രിൻ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ അത് പിന്നീട് മോൾഡ് ഫോസിൽ എന്ന ഫോമിലേക്ക് മാറും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. കുക്കുർബിറ്റേസി എന്ന സസ്യകുടുംബത്തിലെ കേസരങ്ങൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? കുക്കുർബിറ്റേസി സസ്യകുടുംബത്തിലെ കേസരങ്ങൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ സിഞ്ചിനേഷ്യസ്, ഓപ്ഷൻ ബി സൈനാൻഡ്രസ്, ഓപ്ഷൻ സി മോണഡൽഫസ്, ഓപ്ഷൻ ഡി പോളി അഡൽഫസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നമുക്ക് ഫോംസ് ഓഫ് ഫ്യൂസ്ഡ് ആൻഡ്രീഷ്യം ഏതെല്ലാമെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ, ഫോംസ് ഓഫ് ഫ്യൂസ്ഡ് ആൻഡ്രീഷ്യം. ഫസ്റ്റ് വൺ അഡൽഫസ്, സെക്കൻഡ് വൺ സിഞ്ചിനീഷ്യസ് ഓർ സിൻആന്ത്രസ്, തേർഡ് വൺ സിനാൻഡ്രസ്. അഡൽഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? The stamens are fused by their filaments, but the anthers are free. The stamens fuse ചെയ്തിരിക്കുകയാണ് by their filaments, but the anthers എങ്ങനെയാണ്? ഫ്രീ ആണ്. If the filaments of all the stamens fuse to form one group is termed as monoadelphous. Monoadelphous. Monoadelphous എന്ന് പറഞ്ഞാൽ എന്താണ്? Filaments of all the stamens fused to form one group and is termed as monoadelphous. Example, hibiscus. Hibiscus rosa sinensis. Hibiscus rosa sinensis. When they are fused in two groups, ഏതൊക്കെയാണ്? ഫിലമെന്റ്സ് ഫ്യൂസ് ചെയ്ത് രണ്ട് ഗ്രൂപ്പായിട്ടാണ് മാറുന്നത് എങ്കിൽ ഡൈ അഡൽഫസ്. എക്സാമ്പിൾ പി. മോണോഅഡൽഫസ് എന്ന് പറഞ്ഞാൽ ഫിലമെന്റ്സ് ഓഫ് ഓൾ ദ സ്റ്റേമൻസ് ഫ്യൂസ് ടു ഫോം വൺ ഗ്രൂപ്പ് ഈസ് ടേംഡ് ആസ് മോണോഅഡൽഫസ്. എക്സാമ്പിൾ ഹിബിസ്കസ് റോസ സിനൻസിസ്. വെൻ ദേ ആർ ഫ്യൂസ്ഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ഡൈ അഡൽഫസ് എന്ന് പറയും. എക്സാമ്പിൾ പി. ഇനി പോളി അഡൽഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ സം ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് these filaments are fused in more than two groups. The filaments are fused in more than two groups and are described as polyadelphous. Polyadelphous. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ പോളി അഡൽഫസ്, ഒരു ഗ്രൂപ്പായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ മോണോ അഡൽഫസ്, രണ്ടായിട്ടാണെങ്കിൽ ഡൈ അഡൽഫസ്. മോണോ അഡൽഫസിന് എക്സാമ്പിൾ ഹിബിസ്കസ് റോസ സിനൻസിസ്, ഡൈ അഡൽഫസിന് എക്സാമ്പിൾ പി, പോളി അഡൽഫസിന് എക്സാമ്പിൾ സിട്രസ് ആണ് പോളി അഡൽഫസിൻ്റെ എക്സാമ്പിൾ. അപ്പം അഡൽഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേമൻസ് ആർ ഫ്യൂസ്ഡ് ബൈ ദെയർ ഫിലമെന്റ്സ്. Stamens are fused by their filaments, but the anthers are free. If the filaments of all the stamens fuse to form one group is termed as monoadelphous. Example, Hibiscus rosa sinensis. When they are fused in two groups called diadelphous. P. Example P. Sometimes fused in more than two groups called polyadelphous. Example, citrus. ഇനി എന്താണ്? സിഞ്ചിനേഷ്യസ് അല്ലെങ്കിൽ സിനാന്ത്രസ്. സിഞ്ചിനേഷ്യസ് അല്ലെങ്കിൽ സിൻആന്ത്രസ്. In this case, the filaments of stamens are free. അപ്പോൾ സ്റ്റേമൻസിലെ ഫിലമെന്റ്സ് ഒക്കെ ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നത്. ആൻതേഴ്സ് ആർ ഫ്യൂസ്ഡ്. ഇവിടെ ആൻതേഴ്സ് ഫ്യൂസ് ചെയ്തിരിക്കുന്നു, സ്റ്റേമൻസ് ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു. ബൈ ദർ സൈഡ്സ് ടു ഫോം എ റിംഗ് അറൗണ്ട് ദ സ്റ്റൈൽ. ഇൻ എക്സാമ്പിൾ സൺഫ്ലവർ ആണ്. സിഞ്ചിനേഷ്യസ് അല്ലെങ്കിൽ സിനാന്ത്രസിനകത്ത് ഫിലമെന്റ്സ്, സ്റ്റേമൻസിലെ ഫിലമെന്റ്സ് ഫ്രീ ആണ്, ആൻതേഴ്സ് ഫ്യൂസ് ചെയ്തിരിക്കുന്നു. എക്സാമ്പിൾ സൺഫ്ലവർ. ലാസ്റ്റ് വൺ സിനാൻഡ്രസ്. എന്താണ് സിനാൻഡ്രസ്? When both filaments and anthers of the stamens are fused completely. അപ്പം സ്റ്റേമൻസിൻ്റെ ആന്തേഴ്സും ഫിലമെന്റ്സും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫ്യൂസ് ചെയ്തിരിക്കുകയാണ് സിനാൻഡ്രസിൽ. എക്സാമ്പിൾ കുക്കർബിറ്റ ഫിലാന്തസ്. അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഏതാണ് ഉത്തരം? സിനാൻഡ്രസ്. സിനാൻഡ്രസിൻ്റെ എക്സാമ്പിൾ ഏതാണ്? കുക്കർബിറ്റ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കുക്കർബിറ്റേസിയെ സസ്യകുടുംബത്തിലെ കേസരങ്ങൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതാണ്? ഓപ്ഷൻ ബി, സിനാൻഡ്രസ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതുവരെയുള്ള എക്സ്പ്ലനേഷൻസും അതുപോലെ തന്നെ ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.